പല സ്ഥലത്തു നിന്ന് വെള്ളത്തിൽ കുളിക്കാൻ ഒരു ബുദ്ധിമുട്ടും എനിക്കിതുവരെ ഉണ്ടായില്ല ഈ 3 വർഷമായിട്ടും. ഒരു ആക്സിഡൻറ്റിൽ 2 കാലം പോയി. ശരിക്കും ഈ പമ്പയ്ക്ക് വീൽ ചെയറിൽ പോകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വിടാൻ സാധ്യത കുറവാണ്. ഇപ്പം ഞാൻ പോണത് എൻ്റെ ഭാര്യയൊക്കെ വേണ്ടിയിട്ടാണ്. സ്വാമി ശരണം. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൻ സ്വാമിയുടെ പക്കലാണ്. നമ്മൾ ഹിന്ദു വിശ്വാസ് ചാനലിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വാർത്ത പോയിരുന്നു, ഭക്തിയുടെ തീവ്രത എന്നുള്ള രീതിയിൽ. നവംബർ 25-ന് ശബരിമല അയ്യപ്പ സന്നിധിയിലേക്ക് യാത്ര തിരിച്ചതാണ് കണ്ണൻ സ്വാമികൾ. നമുക്ക് എന്തായാലും ഈ ഒരു അയ്യപ്പ സന്നിധിയിലേക്ക് ഇങ്ങനെ ഒരു ഉന്തുവണ്ടിയിൽ പോകാൻ പ്രചോദനമായത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായാലും സ്വാമിയോട് തന്നെ ചോദിച്ചറിയാം. 3ാമത്തെ വർഷമാണ്. വരുന്ന കൊല്ലം ഇങ്ങനെ ബസ്സിലായി യാത്ര. 3 കൊല്ലം പോകുന്ന ഒരു ആഗ്രഹമാണ്. 3ാമത്തെ കൊല്ലം 18 പടി കയറി ഭഗവാനെ തൊഴുത് കഴിഞ്ഞാൽ 3ാമത്തെ കൊല്ലം അവസാനിച്ചു. ഇനി അടുത്തത് ബസ്സിലായിക്കറ യാത്ര. ഇനി ബസ്സിലായിരിക്കും. അപ്പം ഈ 3 പ്രാവശ്യവും കണ്ണൻ സ്വാമി പോയത് ഈ ഉന്തുവണ്ടി തന്നെയാണോ? ആ ഉന്തുവണ്ടി തന്നെയാണ്. എത്ര ദിവസം എടുക്കും? ഇപ്പൊ നവംബർ 25 കഴിഞ്ഞ കൊല്ലം പോയത് 19 ദിവസം. അതിൻ്റെ മുന്നത്തെ കൊല്ലം NSS ക്യാമ്പ് സെമീര ടീച്ചർ നിലമ്പൂർ പൂക്കോട്ടുംപാടം 100 കുട്ടികളും സെമീര ടീച്ചറും എനിക്കൊരു വീടുണ്ടാക്കിയിരുന്നു. അതിനും വേണ്ടി ഒരു പ്രാർത്ഥന ആയിട്ട് ഫസ്റ്റ് ദിവസം പോയത്. 2ാമത് പോയത് ഒരു മക്കൾക്കും വേണ്ടി ഒരു യാത്ര. ഇത് ഇപ്പം ഞാൻ പോണത് എൻ്റെ ഭാര്യയൊക്കെ വേണ്ടിയിട്ടാണ്. എൻ്റെ ഭാര്യ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരു 7 കൊല്ലോളം ഒരു റൂമിലായിരുന്നു ഞാൻ. 7 കൊല്ലം ആ റൂമിൽ എല്ലാ കാര്യം നോക്കിയത് എൻ്റെ ഭാര്യ സതിദേവിയാണ്. അപ്പോൾ അവൾക്ക് വേണ്ടി ഒരു യാത്ര. ഞങ്ങളൊരു കാര്യം അറിഞ്ഞു, മെയ് മാസത്തില് മോളുടെ കല്യാണം കൂടി ഉണ്ട് എന്നുള്ളത്. എന്താ ചെയ്യണ മോള്? അത് ഉറപ്പിച്ചില്ല. അത് ഉറപ്പിച്ചില്ല. അത് എന്താ വെച്ചാൽ ഓള് BSc കഴിഞ്ഞ് ഇപ്പൊ ട്രെയിനിങ്ങിന് പോവാണ്. നഴ്സിംഗ്, BSc നഴ്സിംഗ്. അപ്പം എങ്ങനെയാണ് നമ്മള് വേഷം മാറുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? പോകുന്ന വഴിയിൽ എങ്ങനെയാണ്? പോകുന്ന വഴി പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയാൽ അന്നദാനം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ കാണുന്നിടത്ത് നമ്മൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ അവിടെ ഭക്ഷണം കഴിക്കുക. പിന്നെ രാവിലെ അമ്പലം കിട്ടിയില്ലെങ്കിൽ കാണുന്ന പമ്പുകൾ കയറി കുളിക്കുക, വൈകുന്നേരം കുളിക്കുക. അങ്ങനെയൊക്കെയാണ് യാത്രയൊക്കെ സുഖം. ഒരു ബുദ്ധിമുട്ടോ ഒരു മേലുവേദനയോ അല്ല പനിയോ ഒന്നും എനിക്കില്ല. പല സ്ഥലത്തു നിന്ന് വെള്ളത്തിൽ കുളിക്കാൻ ഒരു ബുദ്ധിമുട്ടും എനിക്കിതുവരെ ഉണ്ടായില്ല ഈ 3 വർഷമായിട്ടും. എന്താണ് അയ്യപ്പന്റെ കാലിന് എന്താ പറ്റിയത്? ഒരു ആക്സിഡന്റിൽ 2 കാലം പോയി. പിന്നെ അങ്ങനെ സെമീര ടീച്ചർ അറിഞ്ഞ് പിന്നെ വീടൊക്കെ ഉണ്ടാക്കി തന്ന് ഇപ്പോൾ സുഖമാണ്. ഞാൻ ഉത്സവപ്പറമ്പിൽ ബലൂൺ കച്ചവടം ചെയ്യാൻ. ഉത്സവ ടൈം കഴിഞ്ഞാൽ പിന്നെ മഴക്കാലം പിന്നെ വീട്ടിൽ തന്നെ താമസം, പുറത്ത് ഇറങ്ങലില്ല. എന്താണ് അപ്പം ഒരു വീട്ടിലെ വരുമാനം എന്ന് പറയുന്നത്? വരുമാനം തന്നെ ഭാര്യയും പണിക്കുണ്ട്, ഞാനും പോകുന്നുണ്ട് പണിക്ക്. 2 ആളും പോകുന്നുണ്ട്. മക്കൾ പഠിക്കുന്നുണ്ട്, എല്ലാവരും പഠിക്കുന്നുണ്ട്. മോന് എല്ലാവരും 4 ആളും പഠിക്കുന്നുണ്ട്. 3 പെൺകുട്ടി ഒരു ആൺകുട്ടിയാണ്. ഒരാൺകുട്ടി. എല്ലാവരും അവരൊക്കെ എല്ലാവരും പഠിക്കുകയാണ്. എല്ലാവരും പഠിക്കുകയാണ്. അപ്പം ഈ ഒരു യാത്ര എന്നാണ് അയ്യപ്പ സന്നിധിയിലേക്ക് ചേരുക എന്നുള്ളൊരിത്? അത് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പം ഇന്ന് എരുമേൽ കഴിഞ്ഞിട്ടാണ് പോവുക. ശരിക്കും ഈ പമ്പയ്ക്ക് വീൽ ചെയറിൽ പോകണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വിടാൻ സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് കാടായതുകൊണ്ട് കുറച്ച് കിലോമീറ്റർ ഉണ്ട്. രാത്രി നിൽക്കാനുള്ള സൗകര്യമില്ല. അപ്പം അതുകൊണ്ട് കയറ്റ ഇറക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് പോകാൻ പറ്റില്ല എന്നാണ് കഴിഞ്ഞ കൊല്ലം പറഞ്ഞത്. പക്ഷേ ഈ കൊല്ലം അതിന് ശ്രമിച്ച് നോക്കാമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ട്. നോക്കാം എന്താണ്. അപ്പോൾ ഈ ഇങ്ങനെ ഈ ഒരു വീൽ ചെയറിൽ യാത്ര ചെയ്യുന്നത് വീട്ടിൽ എത്രത്തോളം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്? എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭാര്യ സപ്പോർട്ട് ചെയ്യുന്നു, മക്കൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭാര്യ അപ്പോൾ ഇന്നലെ വിളിച്ച് അവിടെ നിൽക്കണേ ചെയ്യാൻ അമ്പലത്തിൽ നിൽക്കുകയാണ്. രാവിലെ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ രാവിലെ വിളിച്ച് തൊഴുതോ ഇറങ്ങിയോ ചായ കുടിച്ചൊന്നും ചോദിച്ചു. ഭാര്യ ചായയൊക്കെ കുടിച്ചു ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് ഒരു ദിവസം ഏകദേശം ഭാര്യ 6 പ്രാവശ്യം വിളിക്കും. 6 പ്രാവശ്യം വിളിക്കും.